ഹായ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 5 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് 2 quotations ആർ റിസീവ്ഡ് ആസ് ഫോളോസ്. 1 1.2 പെർ യൂണിറ്റ്, 2 1.1 പെർ യൂണിറ്റ് പ്ലസ് 3000 ഫിക്സഡ് ചാർജ് ടു ബി ആഡഡ് ഇറസ്പെക്റ്റീവ് ഓഫ് യൂണിറ്റ്സ് ഓർഡേർഡ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 1.2 പെർ യൂണിറ്റ്, രണ്ടാമത്തെ കേസിൽ 1.1 പെർ യൂണിറ്റ് പ്ലസ് 3000 ഫിക്സഡ് ചാർജും കൂടി വരും. അഡ്വൈസ് വിത്ത് യുവർ ആർഗ്യുമെൻറ്റ്സ് വിത്ത് ഹും ദ ഓർഡേഴ്സ് ഷുഡ് ബി പ്ലേസ്ഡ്. ആർക്ക് ഓർഡർ കൊടുക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫർമേഷൻ മേ ബി ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് കൂടി തന്നിട്ടുണ്ട്. പ്രസൻറ്റ് സ്റ്റോക്ക് 35,000, ആവറേജ് മന്ത്ലി റിക്വയർമെൻറ്റ് 10,000, മാക്സിമം ലെവൽ 80,000, മിനിമം ലെവൽ 30,000. അപ്പോൾ നമുക്ക് റീ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. റീ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ മാക്സിമം ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ലെവൽ ഈക്വൽ ടു റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ഡെലിവറി ടൈം. പക്ഷേ ഡെലിവറി ടൈം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ മിനിമം ലെവൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 30,000 എന്നുള്ളത്. അപ്പോൾ മിനിമം ലെവൽ വെച്ച് ചെയ്യുകയാണെങ്കിലോ റീ ഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ് അല്ലെങ്കിൽ ആവറേജ് ഡെലിവറി ടൈം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിനിമം ലെവൽ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നമുക്ക് ആവറേജ് മന്ത്ലി റിക്വയർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 10,000 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടിടത്തും ഈ റീ ഓർഡർ ലെവൽ എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റീ ഓർഡർ ലെവൽ എന്താണ് ഇവിടെ ട്രീറ്റ് ചെയ്യണത്? പ്രസൻറ്റ് സ്റ്റോക്കിനെയാണ് നമ്മളിവിടെ റീ ഓർഡർ ലെവലായിട്ട് എടുക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ പ്രസൻറ്റ് സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? റീ ഓർഡർ ലെവലായിട്ട് ട്രീറ്റ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മിനിമം ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? റീ ഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ്. അപ്പോൾ മിനിമം ലെവൽ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് മിനിമം ലെവൽ? 30,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ എത്രയാണ്? 35,000. കാരണം റീ ഓർഡർ ലെവലിൽ പ്രസൻറ്റ് സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണത്? റീ ഓർഡർ ലെവലായിട്ട് ട്രീറ്റ് ചെയ്യണത്. മൈനസ് ആവറേജ് കൺസംഷൻ എത്രയാണ്? 10,000. ഡെലിവറി ടൈം നമുക്കറിയില്ല, അപ്പോൾ ഇവിടെ ഡെലിവറി ടൈം തന്നെ എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെലിവറി ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? ഒരേപോലെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 30,000 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനെ ഫുൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ ഫുൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മൈനസ് പോസിറ്റീവ് ആവും. അപ്പോൾ 10,000 ഇൻറ്റു ഡെലിവറി ടൈം ഈക്വൽ ടു 35,000. ഈ 30,000 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 30,000. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 10,000 ഇൻറ്റു ഡെലിവറി ടൈം ഈക്വൽ ടു 10,000 ഇൻറ്റു ഡെലിവറി ടൈം ഈക്വൽ ടു 35,000 മൈനസ് 30,000 5,000 എന്ന് കിട്ടും. ദെർഫോർ ഡെലിവറി ടൈം അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഡെലിവറി ടൈം ഈക്വൽ ടു 5,000 ബൈ 10,000. ഡെലിവറി ടൈം ഈക്വൽ ടു 5,000 ബൈ 10,000. അപ്പോൾ ഡെലിവറി ടൈം 5,000 ബൈ 10,000 എന്ന് പറയുമ്പോൾ എത്രയായത്? 1/2. 1/2 എന്ന് പറയുമ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ മന്തിലാണെങ്കിൽ 15 ദിവസം എന്നാണ് നമ്മൾ ഡെലിവറി ടൈം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാഫ് എന്ന് എടുക്കുമ്പോൾ മന്താണെങ്കിൽ നമ്മളതിന് എത്ര ഡേയ്സ് ആയിട്ട് എടുക്കണേ? 15 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്, ഹാഫ്. അപ്പോൾ നമ്മൾ ഇനി റീ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലിട്ടാണ് നമ്മൾ റീ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മിനിമം കൺസംഷന് പകരം നമുക്ക് ആവറേജ് മന്ത്ലി റിക്വയർമെൻറ്റ് നമ്മൾ ഇവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? കാരണം വേറൊരു ഇൻഫർമേഷൻ മിനിമം പീരീഡ് ഒന്നും നമുക്കില്ല. അപ്പോൾ നമുക്കിവിടെ മിനിമം കൺസംഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യാം? ആവറേജ് കൺസംഷൻ നമുക്ക് മിനിമം കൺസംഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അതെപ്പോഴും ഓർക്കുക, നമുക്ക് പ്രത്യേകിച്ച് മിനിമത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തെടുക്കാം? ആവറേജ് കൺസംഷനും ആവറേജ് ഡെലിവറി ടൈമും നമുക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ റീ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ വെച്ച് തന്നെ നമ്മൾ ഇതിന് ഇക്വേറ്റ് ചെയ്യുക. ഈ ഇക്വേഷനിൽ വെച്ച് എങ്ങനെ ഇക്വേറ്റ് ചെയ്യണത്? ഈ മാക്സിമം ലെവൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഈ റീഓർഡർ ലെവൽ ഇങ്ങോട്ട് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ റീഓർഡർ ലെവൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായി നെഗറ്റീവായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി അവിടെ നിൽക്കട്ടെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത സംഭവം ഇതാണ്, ഈ ബ്രാക്കറ്റിൻ്റെ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിലും മൈനസ് ആണ്, അപ്പോൾ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്തായി പ്ലസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ഡെലിവറി ടൈം. ഇനി ഈ മിനിമത്തിന് പകരം ആവറേജ് എടുക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഈക്വൽ ടു എന്താണ്? റീഓർഡർ ക്വാണ്ടിറ്റി. ഇതാണ് റീഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. കാരണം പ്രത്യേകിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഫോർമുലാസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ്. കാരണം എന്താ, നമുക്കറിയാം ഓൾജിബ്ര ചെയ്യണോട്ട് ഇത് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും, നെഗറ്റീവ് അതെന്തായി പോസിറ്റീവായി. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാക്സിമം ലെവൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് മാക്സിമം ലെവൽ? 80,000 മൈനസ് റീഓർഡർ ലെവൽ നമുക്കറിയാം. നമ്മൾ എന്തിനാണ് റീഓർഡർ ലെവലായിട്ട് എടുക്കണതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ്? 35,000 ആണ് റീഓർഡർ. പ്രസൻറ്റ് സ്റ്റോക്കിനെയാണ് നമ്മൾ റീഓർഡർ ലെവലായിട്ട് എടുക്കണേ. അത് 35,000 പ്ലസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ഡെലിവറി ടൈം. മിനിമത്തിന് പകരം നമുക്കിവിടെ എന്തെടുക്കാം? ആവറേജ് 10,000 ഇൻറ്റു 1/2. ഇനി ഇത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? ഇത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 80,000 മൈനസ് 35,000 45,000 പ്ലസ് 10,000 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 5,000. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടി? 50,000 യൂണിറ്റ്. ഇതാണ് റീഓർഡർ ക്വാണ്ടിറ്റി. ഈ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 50,000 യൂണിറ്റാണ്. അപ്പോൾ നമ്മളിവിടെ 50,000 യൂണിറ്റ് റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇനി അത് വെച്ചിട്ട് ടെൻഡർ കൊട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസ് ആണെങ്കിൽ 50,000 ഇൻറ്റു 1.2 നമുക്ക് എത്ര കിട്ടും? 60,000 ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് കേസ് ആണെങ്കിൽ 50,000 ഇൻറ്റു 1.1 പ്ലസ് ഒരു 3,000 രൂപ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ 58,000 കിട്ടും. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ എന്തായിരിക്കണം? ഏതായിരിക്കും നമുക്ക് ചിലവ് കുറവ്? 58,000 ആണ്. ഹെൻസ് ടെൻഡർ ബി ഷുഡ് ബി പ്രിഫേർഡ്. അതുകൊണ്ട് നമ്മൾ ടെൻഡർ ബി ആയിരിക്കും പ്രിഫർ ചെയ്യണത്.